ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും കൊച്ചടുക്കളയിൽ തന്നെ. എനിക്കത് പറയുമ്പോൾ എനിക്കൊരു കുറ്റബോധം പോലെയാണ്. നിങ്ങൾ എത്രയോ പേര് ചോദിക്കുന്നു ടെറസ് കിച്ചനെ കുറിച്ച്. പക്ഷേ സാരമില്ല, നമ്മൾ കുറച്ച് നാടൻ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാണ്. അപ്പോൾ ഇന്ന് എല്ലാവരുടെയും പ്രശ്നം നമുക്ക് ചോറിന് പലതരം കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ലഞ്ച് ഐറ്റംസാണ് കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ഡിഫറെൻ്റായിട്ട് ഈ ഒരു എപ്പിസോഡിൽ തന്നെ നമ്മൾ ഒരു 5 കറികൾ, അതും തേങ്ങ അരയ്ക്കാത്ത കറികൾ, ചോറിന് പറ്റിയ കറികൾ. അത്യാവശ്യം ചില കറികളൊക്കെ ചപ്പാത്തിക്കോ പൊതിക്കോ എല്ലാത്തിൻ്റെയും കൂടെ ചെയ്യാനും പറ്റും. അങ്ങനത്തെ സാധാരണയായിട്ട് മലയാളികൾ നമുക്ക് എല്ലാവർക്കും തേങ്ങ അരച്ച കറിയിലും തേങ്ങാപ്പാൽ മസ്റ്റാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ജീവിക്കണമല്ലോ. ഒരു തേങ്ങയുടെ ഒക്കെ വില ഈ ഇടയ്ക്കാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. 45 രൂപയാണ് ഒരു തേങ്ങയ്ക്ക്. നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കും 40 to 45. അപ്പോൾ അത് കുറച്ച് ബഡ്ജറ്റിന് കൂടുതലാണ്. ഇപ്പോൾ ഭയങ്കര വില കൂടുതലാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇന്ധന വില കൂടി, ഗ്യാസിൻ്റെ വില കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇൻഡയറക്റ്റ്ലി ഗൾഫ് യുദ്ധം ബാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ എല്ലാത്തിനും വില കൂടി. അതേസമയം ആനുപാതികമായിട്ട് സാലറി ഒന്നും ആർക്കും കൂടിയിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ ഇന്ന് 5 കറികൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. 4 or 5 കറികൾ നമുക്ക് ചെയ്യാം വിത്തൗട്ട് തേങ്ങ. ഓക്കെ, ഇത് പല കറികളും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചിലത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഓക്കെ, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പുളിശ്ശേരിയാണ്. മത്തങ്ങ ടൊമാറ്റോ പുളിശ്ശേരി. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കുക്കറിൻ്റെ സഹായത്തോടെ പെട്ടെന്ന് ചെയ്യാം. എങ്ങനെ പറയാം? ഹലോ. അയ്യോ, പുടു കുക്കിംഗ്, പുടുവിന് കുക്ക് ചെയ്യണം എന്നാണ് പുടു പറയുന്നത്. പക്ഷേ പുടു കുക്ക് ചെയ്താൽ ഡേഞ്ചറാണ്. ഓക്കെ, പുടു ക്യാൻ വാച്ച് അമ്മാമ കുക്ക്. അയ്യോ, പുടുവിനെ എല്ലാവർക്കും എന്ത് ഇഷ്ടം അറിയോ? പുടുവിനൊന്നും അറിയില്ല കേട്ടോ, അറിയാറായില്ല. പുടു, ദിസ് ഇസ് വാട്ട് ഇസ് ദിസ്? പംകിൻ, മത്തങ്ങ. എന്താ പറയാ? മത്തങ്ങ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലീസ്. ഓക്കെ, അപ്പോൾ അമ്മമ്മ ഇത് വെച്ചിട്ട് കുക്കറിലെല്ലാം വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാം. നടക്കില്ല, പൊടു പറ്റില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കുക്കറിലേക്ക്. ഇത് ഏകദേശം ഒരു 1/2 കിലോ എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് ഒരു 1/4 കിലോയും കുറച്ചുകൂടി ഉണ്ട് മത്തങ്ങ. കഷ്ണങ്ങൾ ഒരു 2 കപ്പ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഒരു മീഡിയം വലുത് ടൊമാറ്റോ, പിന്നെ ഒരു പച്ചമുളക് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർക്കുകയാണ്. ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇനി കുക്കർ അടച്ച് ഒരു വിസിൽ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. പിന്നെ ആ ഒരു ആവിയിൽ കിടന്നിട്ട് സെറ്റായിപ്പോൾ ബാക്കി വീഴും. ഒരു വിസിൽ കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തു, തണുക്കാനായിട്ട് വെച്ചു. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതൊന്ന് തണുക്കണം. മത്തങ്ങ ടൊമാറ്റോ പുളിശ്ശേരി അഥവാ മോര് കറി ഈസ് റെഡി. തണുത്തിട്ടാണ് ഞാൻ തൈര് ഒഴിക്കുന്നത്. തൈര് ഉടച്ച് വെച്ചിരുന്നു, അതും കൂടി ചേർക്കും. ഉപ്പൊക്കെ നോക്കിയിട്ട് ക്രമീകരിക്കാം. ഇനി താളിച്ചും കൂടി ചേർക്കാം. വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിൻ്റെ മുകളിൽ താളിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു ബാലൻസിന് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ, 1/2 or 1 ടീസ്പൂൺ ആകാം. അത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഇനി 2-3 വറ്റൽമുളക് മുറിച്ചിടാം, കുറച്ച് കറിവേപ്പില. ഇത്രയായിപ്പോൾ കഴിഞ്ഞു. നേരെ നമ്മുടെ മത്തങ്ങ ടൊമാറ്റോ മോര് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇച്ചിരി മധുരവും കൂടെ ചേർക്കുന്നതാണ് നല്ലത്. ആ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ കുറച്ചുകൂടി കേമാവും. ഇറ്റ്സ് വെരി നൈസ്, സൂപ്പർ. അപ്പോൾ ആദ്യത്തെ കറി നിങ്ങൾ കണ്ടു. ഇനി രണ്ടാമത്തെ കറി. ഇതൊരു വെണ്ടയ്ക്ക പുളിക്കറിയാണ്. കുറച്ചെണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ തന്നെ ആയിക്കോട്ടെ. ഒരു 1/2 ടീസ്പൂൺ കടുകിടാം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, വറ്റൽമുളക്, 2 കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ, ഒരു പച്ചമുളക്, സവാള ഒരെണ്ണം ഫൈനലി ചോപ്പായിട്ടും അതിങ്ങനെ വേണമെങ്കിലും ഒരുപാട് ഫൈനാവാതെ ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് വെണ്ടയ്ക്കയുടെ പീസസ് കൂടി ചേർക്കാം. ഇതൊരു 1/4 കിലോ വെണ്ടയ്ക്കയുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മുറിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇത്ര നീളമുള്ള പീസസ് ആയിട്ടാണ് മുറിച്ചത്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഇതോടൊപ്പം ടൊമാറ്റോയും കൂടി ചേർക്കാം, 1 ടൊമാറ്റോ.
ഒരു മീഡിയം സൈസ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. ഇനി ഇതിലേക്ക് മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഇത് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർക്കും. ഇനി കുറച്ച് മല്ലിപ്പൊടി അഗെയിൻ 2 ടീസ്പൂൺ ചേർക്കുന്നു. അതിൻ്റെ ഒരു പച്ചച്ചുവയും കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ പുളിവെള്ളം ഒഴിക്കാം. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലോ, ഇതൊരു പുളിക്കറിയാണ്, പുളി എടുക്കണം, വാളൻ പുളിയാണ്. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് പിഴിഞ്ഞെടുക്കുക. ഓക്കെ, പുളിവെള്ളം ഒഴിക്കാം. വീണ്ടും കുറച്ച് വെള്ളം, ആദ്യം ഏകദേശം ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ടോട്ടൽ 2-2.5 കപ്പ് വെള്ളം ആകാം. 2-3 ആയാലും കുഴപ്പമില്ല. കുറച്ച് ഉപ്പും കൂടി വേണം. ഇതിലേക്ക് ഇനി അവസാനം നമുക്ക് ഇച്ചിരി ശർക്കരയും കൂടി ചേർക്കണം, ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു എന്ന് പറയാം. ഇതേ നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കറി ഈസ് ഗെറ്റിംഗ് റെഡി. നൈസ്. ഇനി ഇതിലേക്ക് ഇതൊരു 2 ടീസ്പൂൺ കടലമാവ് അറിയാമല്ലോ, വറുത്ത കടലമാവാണ്. റോ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വറുത്തതാണ്. ഇച്ചിരി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുക്കും. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇങ്ങനെ കുറുകിയതുപോലെ ആകും. ഓക്കെ, യെസ്, കുറച്ചുകൂടി ഒരു തിക്നെസ് കിട്ടും. ഒരു ടീസ്പൂൺ വരെ ആകാം ശർക്കര പൊടിച്ചത്, 1/2 മുതൽ 1 ടീസ്പൂൺ നോക്കിയിട്ട്. വാവ്, അടിപൊളി. തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഈ കറിക്ക് ഇരിക്കുന്നതോറും രുചി കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ശർക്കര ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തത്. 1-2 ടീസ്പൂൺ ചേർത്താലും തെറ്റില്ല. പുളി അതുപോലെ എല്ലാം ഒരു ബാലൻസ് ആയിരിക്കണം. ചോറിന് ബെസ്റ്റ് കറിയാണ്. അങ്ങനെ 2 കറികളായി കഴിഞ്ഞു. ഇനി 3ാമത്തെ കറിയിലേക്ക് പോവാം. ഇനി ചെയ്യാൻ പോണത് പരിപ്പ്. തൃശ്ശൂരുകാരുടെ വളരെ ഫേമസ് ആണ് കുത്തിക്കാച്ചിയതെന്ന് പറഞ്ഞിട്ട്, മുളക് ഒക്കെ ചേർത്തിട്ട്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇത് തോരൻ പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. കഴുകി വൃത്തിയാക്കി വെച്ചതാണ് 1 കപ്പ്. സാമ്പാർ പരിപ്പ് ഒരു തോരൻ പരിപ്പ് എന്ന് പറയും. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ 4ആയിട്ട് മുറിച്ചിട്ടു. ഒരു വലിയ പച്ചമുളകായിരുന്നു, അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3ആക്കി. പിന്നെ ഒരു സവാള ഹാഫ് സ്ലൈസസ് ആയിട്ടെല്ലാം അരിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം. 2 രീതി ചെയ്യാം. നമുക്ക് പരിപ്പ് ഒരുപാട് വെന്ത് പേസ്റ്റ് ആക്കിയും ചെയ്യാം, അധികം വേവിക്കാതെ, അതായത് ഉടഞ്ഞു പോകാതെ ഒരുപാട് ഉടയ്ക്കാതെയും ചെയ്യാം. നമുക്ക് ഒരു വിസിൽ മതി. ഓക്കെ, അല്ല ഫാസ്റ്റ് കുക്കിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അടുപ്പ് വെച്ചിട്ട് കൊടുക്കാം. പരിപ്പ് ഒരു വിസിൽ കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. കുരുമുളക് കുത്തിക്കാച്ചിയത്. യെസ്, റെഡി. ഇനി നമുക്ക് ചതയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ദേ നോക്കിക്കോളൂ. 6 വലിയ വെളുത്തുള്ളി ഉണ്ട്, ഒരു 12 കൊച്ചുള്ളി ഉണ്ട്, ഇത് 1 ടേബിൾ സ്പൂൺ നിറച്ച കുരുമുളക്. ഈ 3ഉം കൂടി ഞാനൊന്ന് ചതച്ചിട്ട് വരാം. ചതച്ച കാര്യങ്ങൾ ഇവിടെ റെഡിയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂണോ 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇനി ഒരു 4 വറ്റൽ മുളകും കറിവേപ്പിലയും. ഇനി ഇതിലേക്കാണ് നമ്മൾ ചതച്ച മസാല. ഇതിപ്പോൾ കുരുമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി നല്ല മണമായിരിക്കും. വഴറ്റി മൂപ്പിക്കാം. ഇതിങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിപ്പോൾ വെളിച്ചെണ്ണയല്ല ചെയ്യുന്നത്, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കും. വാവ്, കുറേ കൂടി ടേസ്റ്റ് എൻഹാൻസ്ഡ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വറവൽ ഇസ് റെഡി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നേരെ നമ്മുടെ പരിപ്പ് മിക്സിലേക്ക് ഒഴിക്കാം. വാവ്, നൈസ്. നോക്കിക്കോളൂ, നല്ല മണം. അങ്ങനെ പരിപ്പ് കുരുമുളക് കുത്തിക്കാച്ചിയത് റെഡി. ഇതിനകത്ത് ഇച്ചിരി കൂടെ ചാറ് വേണമെങ്കിലും ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. അടിപൊളി. ഇത് ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ഓക്കെ, അങ്ങനെ വെന്തുടഞ്ഞിട്ടില്ല, ഈ രീതിയിൽ എടുക്കുന്നതായിരിക്കും ഈ ഒരു കറിക്ക് നല്ലത്. ഓക്കെ, ഇത് അത്യാവശ്യം ചപ്പാത്തിയും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി എരിവ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. 1 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ നിറച്ച കുരുമുളകും. ഇത് കുറച്ചുകൂടെ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളകിൽ വേണമെങ്കിലും ചെയ്യാം. പച്ചമുളകിൻ്റെ അളവ് കൂട്ടും. അങ്ങനെ പരിപ്പ് കുരുമുളക് കുത്തിക്കാച്ചിയത്, വെണ്ടയ്ക്ക പുളിക്കറി, മത്തങ്ങ ടൊമാറ്റോ മോര് കറി, പുളിശ്ശേരി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്,
ഓക്കെ, നമ്മുടെ 4ാമത്തെ കറി. അപ്പോൾ തേങ്ങയില്ലാത്ത കറികളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് കത്തിരിക്ക വെച്ചിട്ട് 2 കത്തിരിക്ക മീഡിയം സൈസ് ഉണ്ട്, അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു കുഴമ്പ് പോലൊരു കാര്യം ചെയ്യാം. ഓക്കെ, കത്തിരിക്ക കുഴമ്പ് കറി. അപ്പോൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് കത്തിരിക്ക ഒന്ന് വഴറ്റി മാറ്റണം. അതേസമയം നമുക്ക് അതിനകത്ത് ഇടാനായിട്ടൊരു പൊടി പോലൊരു കാര്യം കൂടി ഉണ്ടാക്കണം, അതും വറുത്തെടുക്കാം. ഒരല്പം എണ്ണ, വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. കത്തിരിക്ക വഴറ്റാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണിത്. ഓക്കെ, ഇങ്ങനത്തെ ഷേപ്പിലാണ് ഞാൻ ഹാഫ് സ്ലൈസസ് പോലെയാണ് കട്ട് ചെയ്തത്. 2 അളവ്, അത്ര വലുതല്ല, ഒരു മീഡിയം സൈസ്. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇപ്പോൾ ബാക്കി 1/4 ടീസ്പൂൺ നമുക്ക് പിന്നീട് ചേർക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതിൽ പിടിക്കാനുള്ള ഉപ്പാണ്. അപ്പോൾ ഏതാണ്ട് ഈ വഴറ്റിൽ തന്നെ ഏകദേശം വെന്ത് കഴിഞ്ഞു കേട്ടോ. അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇതൊരു സൈഡിലിരിക്കട്ടെ. വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള പോലെയുള്ള കാര്യങ്ങൾ വഴറ്റും. പുറത്ത് അടുപ്പിൽ ഞാനൊരു കാര്യം ചെയ്യുന്നു. ഇത് 1 ടേബിൾ സ്പൂൺ പച്ചരിയുണ്ട്, അതുപോലെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. അത്രേ ഉള്ളൂ. ഉഴുന്നുപരിപ്പ് ഇച്ചിരി കുറവാണ്. അരിയും കടലപ്പരിപ്പും ഈക്വൽ ക്വാണ്ടിറ്റി. ഉഴുന്നുപരിപ്പ് അതിൻ്റെ പകുതി, 1.5 ടീസ്പൂൺ എന്ന് പറയാം, അത്രയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കല്ലേ. പിന്നെ വീണ്ടും അതിൻ്റെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് വരും. ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, അരി 3 കാര്യങ്ങളും കൂടി നല്ല കരികരിപ്പായിട്ട് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഏകദേശം മുരിഞ്ഞ് വരുന്നു. തരിതരിപ്പായി പൊടിച്ചെടുത്താലും മതി. അത് പൊടിച്ചെടുത്തു തരിതരിപ്പായിട്ട്. ഓക്കെ, അഗെയിൻ ലിറ്റിൽ ഓയിൽ. ഇനി ഇതിലൊരു താളിപ്പാകാം. കുറച്ച് കടുക്, 1 ടീസ്പൂൺ വരെ ആകാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഒരു 10 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും നീളത്തിന്, ചെറുതായെന്ന് പറയാക്കില്ല, സ്ലൈസ് ചെയ്തതും, ഒരു പച്ചമുളകും, ഒരു സവാളയും. ഒരു പച്ചമുളകിനെ മുറിച്ചിട്ടു. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കണം. നല്ലതായിട്ട് മൂക്കട്ടെ, എല്ലാം കൂടി കളയും. അപ്പോൾ നന്നായിട്ട് കളറ് മാറുന്ന പോലെ മൂത്ത് തുടങ്ങി. ഇനി തീ അല്പം കുറച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട് കത്തിരിക്കയിൽ. ഇനി ബാക്കി 1/4 ടീസ്പൂൺ ഇതിൽ ചേർക്കും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചു, ലോ ഫ്ലെയിമിലാണിപ്പോൾ. അപ്പോൾ എരിവിനനുസരിച്ചിട്ടാണ്. ഇച്ചിരി എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 2-2.5 ടീസ്പൂൺ 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ആകാം, ഇഷ്ടത്തിന് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കാം. ഈ ഒരു ചൂടിൽ കിടന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറും. ഇനി ഇതിലേക്ക് എല്ലാം മൂത്ത് കഴിഞ്ഞു. ടൊമാറ്റോ ഹാഫ് സ്ലൈസസ് ആയിട്ട് കുറച്ച്, ഒരെണ്ണം, ഒരു വലുത്. ടൊമാറ്റോ ഒക്കെ വെന്ത ഇതിൻ്റെ കൂടെ യോജിച്ച് ഒരു കുഴമ്പ് പോലെ ആകണം. ടൊമാറ്റോ എല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വഴറ്റി വെച്ച കത്തിരിക്ക ഒന്ന് ഉടയണം ഇതിനകത്ത് കിടന്നിട്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം. ആദ്യം കത്തിരിക്കയൊക്കെ വെന്ത് ഉടയട്ടെ, മാഷ് ആകണം. കുറച്ചുപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷെ പോരാ. അത് കത്തിരിക്കയിൽ പിടിക്കാനുള്ള ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം, 1/2 കപ്പും കൂടി. ഇത് നന്നായിട്ട് വേകട്ടെ, വെയിറ്റ്. ഇത് അടച്ചിട്ട് വയ്ക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഒരു 5-6 വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനോടെ ഇടുന്നു. ഓക്കെ, അതിനകത്ത് കിടന്നിട്ട് വേകട്ടെ. ഇതോടൊപ്പം ഈ കത്തിരിക്കയെല്ലാം വെന്തിങ്ങനെ ഉടയട്ടെ, ഉടഞ്ഞ് ചെയ്തു. അങ്ങനെ അടച്ചിട്ട് വേവിച്ച് ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഗാർലിക്കും ഇതിനോടൊപ്പം കിടന്ന് വേവുകയാണ്. എല്ലാം ടൊമാറ്റോയും എല്ലാം ഇങ്ങനെ നന്നായിട്ട് മാഷായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് മേക്കർ നമ്മൾ പൊടിച്ചു വെച്ച കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, അരി ഇതെല്ലാം കൂടി വറുത്തതാണ്. ഇതിങ്ങനെ കുറച്ചുകൂടെ കുറുക്, കറി കുറച്ചുകൂടി ഒരു കുഴമ്പ് പോലെയാണ്. ഉപ്പൊക്കെ നോക്കണം. ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടത്തിന് അതിൻ്റെ ചുപ്പ് ചേർക്കും. ഇഷ്ടത്തിന് ഗ്രേവി തീരുമാനിക്കാം.
കുറച്ച് ചൂടുവെള്ളം കൂടി എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ കറിയുടെ ഗ്രേവി നമുക്ക് വേണ്ടതുപോലെ ആകും. ഇപ്പം പൊടി ചേർത്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാകും. നന്നായിട്ട് തിളയ്ക്കട്ടെ. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കത്തിരിക്ക കുഴമ്പ് കറി ഈസ് റെഡി. കത്തിരിക്ക കുഴമ്പ് ദേ നോക്കിയേ, പീസസ് എല്ലാം അതിനകത്തേക്ക് ഇങ്ങനെ മാഷായി. ഇത് ഞാൻ ഇങ്ങനെ ഒരു തിക്കായിട്ടാണ് എടുത്തത്. ഇതിപ്പോൾ ഒരു ചപ്പാത്തിക്കാണെങ്കിലോ ചോറിനാണെങ്കിലോ ഏതിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലോ ഒക്കെ ആപ്റ്റാണ്. ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, ഇതും തേങ്ങയില്ലാത്ത കറി തന്നെയാണ്, ഈസി, അടിപൊളി. ആഹാ, കുഴമ്പ് കറി പാത്രത്തിലേക്ക് മാറ്റുന്നു. കാണുമ്പോൾ അറിയില്ലേ എന്താ ടേസ്റ്റ് എന്നുള്ളത്. വാവ്, ഇടയ്ക്ക് ആ ഗാർലിക്കൊക്കെ ഉടഞ്ഞ് ചേർന്നോളും. കഴിക്കുമ്പോൾ ഉടച്ച് കഴിച്ചാൽ മതി. ഒരല്പം കായവും കൂടി വേണമെങ്കിലും ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ കായത്തിൻ്റെ ടേസ്റ്റ് അതും കൂടി ലാസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ തേങ്ങയില്ലാത്ത 4 കറികളും റെഡിയാണ്. എല്ലാം എളുപ്പക്കറികൾ തന്നെയാണ്, സുഖമായിട്ടുണ്ടാക്കാം. പല ദിവസങ്ങളിലായിട്ട് ഉണ്ടാക്കിക്കോളൂ. ഒരു ദിവസമല്ല, പല ദിവസങ്ങളിലായിട്ട് രണ്ടെണ്ണം കോമ്പിനേഷനിൽ ചെയ്യാം. പരിപ്പ് കുരുമുളക് കുത്തി കാച്ചിയതും കത്തിരിക്കയും കൂടി ചെയ്യാമാണെങ്കിൽ ഒരു ദിവസം വെണ്ടയ്ക്ക പുളിക്കറി ചെയ്യാം. അല്ലെങ്കിൽ വെണ്ടയ്ക്ക പുളിക്കറിയും അതോടൊപ്പം പരിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു തോരനോ എന്തെങ്കിലും വെച്ചിട്ട് കഴിക്കാം. അങ്ങനെ എല്ലാം കോമ്പിനേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. അങ്ങനെ 4 മനോഹരമായ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം വെജാണ്, വിത്തൗട്ട് കോക്കനട്ട്. തേങ്ങ ഇല്ലാണ്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ചെറിയ ചിലവിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.